ഗ്രൂപ്പ്സ് ആൻഡ് കമ്പോണൻസ് ഇവ രണ്ടും തമ്മിലെ ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ടിനും സ്കെച്ചപ്പിലുള്ള ഇമ്പോർട്ടൻസ് എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ ഗ്രൂപ്പ്സ് പറയാം. ഗ്രൂപ്പ് എന്നത് പല ജോമെട്രീസ് അതായത് ഫേസ്, എഡ്ജ് എന്നിവയെ ഒറ്റ ബ്രാക്കറ്റിലാക്കി തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ എൻറ്റിറ്റിയാണ്. ഒരിക്കൽ ഗ്രൂപ്പ് ആക്കിയാൽ അതിലെ എൻറ്റിറ്റീസ് മറ്റുള്ള ജോമെട്രികളുമായി ഇൻ്റർഫിയർ ചെയ്യില്ല. ഇവിടെ ഞാൻ ഒരു ബോക്സും ഒരു സിലിണ്ടറും കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഗ്രൂപ്പ്സ് അല്ല എന്ന് ഇതിലെ ഫേസസ് ആൻഡ് എഡ്ജസിലൂടെ മൗസ് സ്ക്രോൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഇനി ഈ സിലിണ്ടറിനെ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് ബോക്സിൻ്റെ എഡ്ജിലേക്ക് മൂവ് ചെയ്യാണ്. ഇപ്പോൾ ബോക്സിനെ മാത്രം സെലക്ട് ചെയ്യാൻ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ ബോക്സ് മാത്രമല്ല സിലിണ്ടറും സെലക്ട് ആകും. അതിനർത്ഥം ഏതൊക്കെ ഫേസസ് ആൻഡ് എഡ്ജസ് ആണോ ജോയിൻ ആയി നിൽക്കുന്നത് അതെല്ലാം ഒരു ഒബ്ജക്റ്റ് ആയെന്നാണ്. ഇവിടെയാണ് ഗ്രൂപ്പിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓരോ ഒബ്ജക്ട്സും ഓരോ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എൻറ്റിറ്റീസ് എല്ലാം ഈസിയായി സെലക്ട് ചെയ്യാൻ കഴിയും. ഞാൻ മറ്റൊരു ബോക്സ് വരച്ച് അതിൻ്റെ ഫേസിൽ വന്ന് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് ഗ്രൂപ്പ് സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പായി. ഇനി ഇതിൻ്റെ ഫേസസ് അല്ലെങ്കിൽ എഡ്ജസ് എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഗ്രൂപ്പ് വന്ന് സെലക്ട് ആക്കി ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പ് ഓപ്പൺ ആകും. തിരിച്ച് ഗ്രൂപ്പ് ആക്കാൻ ഈ ബോക്സിന് പുറത്തേക്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഗ്രൂപ്പിനെ ഇനി എവിടെ കൊണ്ടുവച്ചാലും അതൊരു ഗ്രൂപ്പായി തന്നെ നിൽക്കും. അതിനെ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. മറ്റൊരു ഒബ്ജക്റ്റുമായിട്ടും ഇത് ജോയിൻ ആകില്ല. ഇനി ഈ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് മൂവ് ടൂൾ എടുത്ത് കീബോർഡിൽ Ctrl+ ചെയ്ത് കുറച്ച് കോപ്പീസ് ഉണ്ടാക്കണം. ഡിസ്റ്റൻസ് ബോക്സിൽ ഒരു 5x എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ. ഇപ്പോൾ 6 ബോക്സസ് ഇവിടെ ഉണ്ട്. അതിൽ ഒന്നിൽ വന്ന് ഗ്രൂപ്പ് ഓപ്പൺ ആക്കി ഫേസ് പിടിച്ച് പുഷ് ഓർ പുൾ കൊടുത്തു. ഈ ഒരു ബോക്സിന് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. മറ്റുള്ള ബോക്സസ് പഴയ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഓരോ ഗ്രൂപ്പും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് കമ്പോണൻസിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഒരു സിലിണ്ടർ വരച്ചു. ഇതിനെ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് കമ്പോണൻറ്റ് ആണിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. പിന്നീട് ഒരു ബോക്സ് കാണാം. അതിൽ ഈ കമ്പോണൻറ്റിന് വേണ്ട നെയിം എല്ലാം കൊടുക്കാം. അതിനുശേഷം ഓക്കെ. ഇപ്പോൾ ഇതൊരു കമ്പോണൻ്റായി. ഇനി നേരത്തെ പോലെ തന്നെ ഇത് കോപ്പി ചെയ്ത് വെച്ചു. ഇനി ഒരു സിലിണ്ടറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ആക്കിയാൽ ഇത് ഓപ്പൺ ആയി വരും. ഇനി ഒരു ഫേസിൽ വന്ന് പുഷ് ഓർ പുൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡിറ്റ് ടൂൾ എടുത്ത് കൊടുത്താൽ മറ്റുള്ളതിനെയും അതുപോലെയായി വരും. ഇതാണ് ഗ്രൂപ്പ് ആൻഡ് കമ്പോണൻസ് തമ്മിലെ ഡിഫറൻസ്. വലിയ പ്രൊജക്ട്സ് എല്ലാം ചെയ്യുമ്പോൾ കമ്പോണൻസ് ആക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇത് ഫയൽ സൈസ് കുറക്കാനും സഹായിക്കും. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കേണ്ട എൻറ്റിറ്റീസ് ആണെങ്കിൽ ഗ്രൂപ്പ് തന്നെ ചെയ്താൽ മതി. ആവർത്തിച്ച് കൊടുക്കേണ്ട എൻറ്റിറ്റീസ് അതായത് വിൻഡോസ്, ഡോർസ്, ചെയർസ് എന്നിവ പോലുള്ളതാണെങ്കിൽ കമ്പോണൻസ് തന്നെയാണ് നല്ലത്. ഗ്രൂപ്പ് ആൻഡ് കമ്പോണൻസ് എന്താണെന്ന് ഇതിലൂടെ മനസ്സിലായല്ലോ. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കാണാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.